ഒരു ഫെസ്റ്റിവലിൻ്റെ മൂഡിലാണ്. സോ നമുക്ക് കൂടുതലും ചെയ്യുന്നതിന് കാരണങ്ങൾ കണ്ടെത്തുന്നതിനേക്കാളും ചെയ്യാതിരിക്കുന്നതിന് കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ മലയാളികൾ എപ്പോഴും മുമ്പിലാണെന്നാണ് പറയുക. നമുക്ക് എന്തുകൊണ്ട് ചെയ്യാതിരുന്നു എന്നുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ചെയ്യാനാണ് നമുക്ക് റീസൺസ് വേണ്ടത്. പെസഹ ഞായറാണ്, വിഷുവാണ്, വെക്കേഷനാണ്, കല്യാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് വരാമെന്ന് പറഞ്ഞവർ പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു ടേൺ ഔട്ട് ഇല്ല. എങ്കിലും പരിപാടികൾ നമ്മൾ മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു ഗ്രാൻഡ്മ ചൈൽഡ് കെയർ സെൻറ്റർ എന്നുള്ള രീതിയിൽ ഒരു ചെയിൻ ഓഫ് സ്കൂൾസ്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്കൂൾ ചെയിൻ ആയിട്ട് തുടങ്ങുന്നതിൻ്റെ കുറിച്ചിട്ട് ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ്. അന്ന് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ടി പി ശശികുമാർ. ഇൻ്റർവ്യൂവും അല്ലാതെയും ഫോണിലൊക്കെ വിളിച്ച് നിങ്ങളടുത്ത് സംസാരിച്ച ഡോക്ടർ ടി പി ശശികുമാർ മലപ്പുറം നടുവിൽ സ്വദേശിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വേറിട്ട രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയനായ ശ്രീ ശശികുമാർ പിന്നെ ISRO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും അതുപോലെ ഹൈദരാബാദിലെ ടീച്ചർ എഡ്യൂക്കേറ്ററും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ എഡ്യൂക്കേറ്ററൊക്കെ ആയിട്ട് വളരെ വൈദഗ്ധ്യം നിറഞ്ഞ രീതിയിൽ പല മേഖലകളിൽ വ്യാപരിച്ച ഡോക്ടർ ടി പി ശശികുമാർ പലപ്പോഴായി പയ്യന്നൂരിൽ പല ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുക എന്നൊരു വ്യക്തിയാണ്. ഈ പെരിയ ആസ്ഥാനമായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ്, ഗാർഡിയൻ പബ്ലിക് സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്രാൻഡ്മ ചൈൽഡ് കെയർ സെൻറ്റർ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഗ്രാൻഡ്മ ചൈൽഡ് കെയർ സെൻറ്റർ തുടങ്ങാനുള്ള ഉദ്ദേശം വരികയും അതിനായുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ കൂടുതൽ ഇൻ്റർനാഷണൽ നിലവാരത്തിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാനും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ നടത്താം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നതിനായി മിസ്റ്റർ സുനിൽ, എലനോഗ്രാം ഇൻ്റർനാഷണലിൻ്റെ കേരളത്തിലത്തെ ഹെഡ് സുനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സുനിലും ഡോക്ടർ ശശികുമാറും കൂടി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളടുത്ത് വിശദമായി സംസാരിക്കുന്നതായിരിക്കും. ഞാനതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡോക്ടർ ശശികുമാർ, സുനിൽ വിൽ ടേക്ക് ഫസ്റ്റ്. സുനിൽ വിൽ അഡ്രസ് യു ഫസ്റ്റ്. കോട്ടകൽ മാത്രമല്ലാതെ പല ആയുർവേദിക് കമ്പനീസിനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് so we used to keep doing that. KD പറഞ്ഞിട്ട് ഒരു ബോംബെയിലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. So they are into cultural programs. We used to take the cultural people from here, I mean the performing arts, കഥകളി, കുടിയാട്ടം, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ. അപ്പോൾ കേരള ആയിട്ട് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. In spite of the fact that I used to come to Kerala only during vacations, that too once in 5 years. And my friends used to ask, why are you doing this? I mean, why Kerala? Why don't you do something in Bombay? So I told them, I don't know. I really don't know the answer for that. In fact, then I found out that answer after many years. And the answer was that when something is close to your heart, you don't ask questions, right? You just do it. So that's how Hello Grady, the programs ne patti Hello Grady, I'll give you a brief about Hello Grady program also. So Hello Grady the programs ne patti അറിഞ്ഞപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് കേരളത്തിലാണെന്നുള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. And that's how I signed up Kerala first and then started doing this this programs in Navi Mumbai. Then last year we launched in Kerala. We are doing these programs in different places in Kerala. So that's my background. I'm married. I have a 11-year-old son, a 12-year-old son, in the 7th standard. Thank you for that. So I'll run you through, before I introduce Hello Grady, I want to share with you what's happening in education worldwide. What is the sort of conversation that's happening in education worldwide. If you look at how many of your parents have school going children,
your school going to which class? 8th class? 8th standard, 4th standard, 6th standard. So there is one question that one challenge that educators worldwide have, and that is, how are you going to teach this children? What are you going to teach these children? That is one. Our career start here. I'll give you some idea. 2025. Take few years here and there. So that is when they will begin their career. Now 2050, children in school today will be leaders of the world. They will shape the world. As you know, the fees are so high that the regular schools like a state board school or a CBSE board school, where we can provide trainings to teachers. It can be a continuous engagement, it can be a 1 or 2 days workshop, or it can also be a continuous engagement. So like a throughout the year engagement where we keep training the teachers into teaching methodologies or education per se. And the education which is experience and the education which is us. Preschool is a very pet project for our CEO. She loves doing something for the preschool sector. She's very keen on doing it. And thank you. When you do it formally, it becomes preschool. Once preschooling, make the children ready for KG. That is no original definition. Now KG itself has become 3 parts. Lower KG, nursery, lower KG, upper KG. Now we have got nursery, lower KG. Choose this career because you love children. That means you should not have an ego saying that I am so and so, I am great, I am big. You should come to the level of children. That's what you should do. And children are always, very innocent. Calicut വലിയൊരു ഈ സെഷനിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ആദ്യത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആയിട്ടായിരുന്നു. ഈ പ്രൊജക്റ്റ് ഞങ്ങളൊക്കെ ഇന്റർനാഷണൽ സ്കൂളിൽ പ്രൊജക്റ്റ് കഴിയുമ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പ്രൊജക്റ്റ് കണ്ട സമയത്ത് ഇതിൻ്റെ ഒരു ബേസ്മെൻറ്റ് നോക്കുമ്പോൾ നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു വിഷനാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇത് നോക്കി കാണണം, പഠിക്കണം, ഇവരെ കൂടെ ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ സെഷനിൽ ഞാൻ വന്നത്. You can introduce yourself so that others will know. ഞാൻ റാഷിദ്, കണ്ണൂർ പാപ്പനശ്ശേരി സ്വദേശം. സൈക്കോളജിയിൽ PhD ചെയ്യണോ? PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. BEd കോളേജിൽ ഇത്രയും കാലം ഉണ്ടായത്. ഇപ്പോൾ ലാസ്റ്റ് 6 മന്തായിട്ട് റിലീവ് ചെയ്തിട്ട് PhD മാത്രം ഫോക്കസ് ചെയ്യുന്നു. MAd, right? MSc Psychology. Yeah. എൻ്റെ പേര് രമേശ് എന്നാണ്. ഞാൻ തൊട്ടടുത്തുള്ള മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപനം, 10 വർഷമായിട്ട് ഇംഗ്ലീഷ് അധ്യാപനം. അതോടൊപ്പം എൻ്റെ ഒരു വലിയ സന്തോഷം എന്ന് വെച്ചാൽ വളരെ യാദൃശ്യമായിട്ട് ഒരു ദിവസം രാവിലെ മാതൃഭൂമിയിൽ അഡ്വർടൈസ്മെൻ്റ് ആണ്, ഞാൻ സാറിനെ വിളിക്കുന്നു. അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം ഞങ്ങൾ 1.5 മണിക്കൂർ സംസാരിച്ചു. ഞങ്ങൾ ഒരിക്കലും ഈ ഗ്രാൻഡ്മാ പ്രൊജക്റ്റ് ഒന്നുമല്ല സംസാരിച്ചത്. എൻ്റെ ഒരു വിഷനിൽ വരുന്ന അതേ വിഷനിലുള്ള ഒരാളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകും. ഞാൻ ആദ്യം ജയിൽ അധ്യാപനം, കള്ളന്മാരാണ് ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ ആരും പഠിപ്പിക്കാൻ പ്രശ്നമില്ല. 2 വർഷം അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എത്രയോ നല്ല ആൾക്കാർ ഉള്ളിലും കുറേ ആൾ പുറത്തു കൊള്ളുന്നു അന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ഇതിലേക്ക് വന്നപ്പോൾ സ്കൂളിലേക്ക് വന്നപ്പോൾ 20-25 വർഷത്തിലെട്ടാവാനായി. പ്രൈമറി മുതൽ പഠിക്കും. ഇപ്പോൾ അധ്യാപകരുടെ ഒരു ട്രെയിനറാണ്. 1100 അധ്യാപകർക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, വെറും പയ്യന്നൂർ മാത്രം. അന്ന് ഞങ്ങളൊക്കെ ഫേസ് ചെയ്തൊരു ചോദ്യം, ഇംഗ്ലീഷ് എങ്ങനെ നന്നാക്കാന്നില്ല. അതിനുവേണ്ടി ഗവൺമെൻറ് ഒരുപാട് പൈസ ചിലവാകുന്നു, പക്ഷെ അതൊന്നും റിസൾട്ട് ഓറിയൻറ്റഡ് കിട്ടുന്നു. ഇതെല്ലാം ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഗുരുവിനെ കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഐ കൺസിഡർ ശശിധർ ആസ് മൈ ഗുരു. അന്ന് വൈകുന്നേരം തന്നെയാണ് എനിക്ക് ശ്രീധരേട്ടനെ കിട്ടുന്നത്, ഇന്ന് സുൽസാറിനെ കിട്ടുന്നത്, നിങ്ങളെല്ലാം ലഭിക്കും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എന്തുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്കൂൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ ലെവലിൽ വന്നു. എൻ്റെ മകൻ 4 വയസ്സേ ഉള്ളൂ. അവന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്തായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് എനിക്കിത് കൊടുക്കാൻ സ്ഥലമില്ല. എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെയാണ്, അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, കഴിവ് കേടില്ല. ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം തന്നെ, നമ്മൾ അവനെ ഫ്രീ ആയിട്ട് വിടുന്നില്ല. എൻ്റെ മകൻ ഇതിനിടെ ഒരു കാർ മേടിക്കണം എന്ന് പറഞ്ഞു. അത് വലിയൊരു കാറാണ്, 10,000 രൂപ. എന്തായാലും ഞാൻ ചിന്തിച്ചത് എങ്ങനെ ഇവനെ അടുത്ത ചെറിയ കാറിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ 15 രൂപേൻ്റെ കാറാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ അത് ഞാൻ ചെയ്ത തെറ്റെത്രയാണ് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് അവൻ ഇഷ്ടപ്പെടും കാർ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി സാറ് പറഞ്ഞപ്പോൾ
ഞങ്ങൾ എല്ലാവരും ശ്രീധരേട്ടൻ അജയ് എല്ലാവരും കൂടെ ഓടി നടക്കുകയായിരുന്നു എങ്ങനെ ചെയ്യും. ഞങ്ങൾ കുറേ ഫോൺ ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. പക്ഷെ അതിനുവേണ്ടി ചെയ്തിട്ട് ഇത്രയും വല്ല ശരിക്കും പറഞ്ഞാൽ സാർ ഇത്ര ആളാണ് വരേണ്ടത്. ആ വരേണ്ടവർ എത്തിച്ചേർന്നിട്ടുണ്ട്. യു ആർ സോ ലക്കി. സാറിൻ്റെ ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ സുനിൽ സാറോട് സംസാരിച്ചപ്പോൾ അത് എത്രത്തോളം വിഷനിലാണ് ഹെൽനോ ഗ്രേഡ് ചെയ്ത് അദ്ദേഹം കറക്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അത് ഇപ്പം ഞങ്ങൾ സംസാരിക്കും എന്തുകൊണ്ട് ഔട്ട്കോൺ ഗിവൻ ഗ്രാസ് റൂട്ട് ലെവൽ ചിൽഡ്രൻ വി ആർ തിങ്കിങ് ലൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഡിസ്കഷനിൽ എല്ലാവരും പറഞ്ഞൊരു ചോദ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീച്ചേഴ്സിനെ കിട്ടുന്നില്ല എന്ന്. ഇല്ല സാർ, വാട്ട് യു ഫീൽ? അത് നമുക്ക് എക്വിപ്പ് ചെയ്തെടുക്കാനുള്ള വലിയ അവസരം കിട്ടുകയാണ്. അത്തരത്തിലുള്ള ട്രെയിനിങ്സ് ആണ് വരാൻ പോകുന്നത്. സോ ഇറ്റ്സ് വെരി നൈസ്. എല്ലാവരും കാണാൻ പറ്റിയാലും ഈ ഓർഗനൈസ് ഇവിടെ ആൾ വലിയ ആൾ ഒന്നുമില്ല. എല്ലാം മൈ ബ്രദേഴ്സ് ആർ സിറ്റിംഗ് ഹിയർ ആൻഡ് സിസ്റ്റർ. അപ്പോൾ ഏതായാലും സാറിന് ഇതൊരു ലിങ്ക് ആവാൻ ശശി സാറിനെ സാധിച്ചത് വലിയൊരു കാര്യമാണ്. അതായത് ഗവൺമെൻറ് നമുക്ക് ലഭിക്കില്ല. സോ എല്ലാവരും സന്തോഷമാണെന്ന് സംശയമില്ല. താങ്ക് യു സർ. Sunil. First of all, thank you very much for being here. I know that this is the first group of people who will cause things in Kannur and Kasaragod district. See, education in the state subject nu maarite it is going towards a community subject. അതായത് community എന്ന് വെച്ചാൽ ഒരു ഏരിയയിലുള്ള നെയ്ബർഹുഡ് എഡ്യൂക്കേഷനിൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് എഡ്യൂക്കേഷനെ ട്രാൻസ്ഫോം ചെയ്യണം. ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ദ വേൾഡ് ഈസ് മൂവിങ്. I mean, one of the countries which is implementing it very powerfully is Finland. If you Google for Finland phenomena എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. It's a 4-part 1-hour video which I would recommend that all educators must see. You know, whether you are into whatever type of education, and all parents must see. Finland education, the state is not running the education. Every school has its own syllabus. So they design the syllabus. The teachers sit together. ഇപ്പോൾ നമ്മൾ ഇന്നല്ല ഗ്രൂപ്പ് ആയിട്ട്. So we sit together and design the syllabus. What is required for the children. So there is some basic idea, but everything is designed at the grassroots level. What is required by the children. So that is where education is moving from a state subject to a community subject. So I see that happening in Payanur and Kannur and Kasaragod district, and I am really honored to be part of this project and part of a team like this which is committed to transforming education. Committed to take that first step to transforming education. So thank you so much for making me part of it, and really looking forward to working with you all, not just in the preschool segment but for children per se. Children, for teachers, contributing to education in this region, and maybe the whole of Kerala. So thank you so much. ആർക്കെങ്കിലും ടീച്ചേഴ്സ്, any participants want to share your views? ഇന്റർനാഷണൽ സ്കൂളാകുമ്പോൾ നമ്മൾ ആദ്യം കയറി പറയണം. നമ്മുടെ കുട്ടികൾ ഇതേപോലെ ഇരിക്കുന്നു. ആരും ഒന്നും പറയും. ടീച്ചർ കുറേ സമയം ഇരുന്നതല്ലേ? ടീച്ചർ ഫസ്റ്റ് വന്നതാണ്. ഇവിടെ അതിന് ശേഷം ആദ്യമല്ലേ നമ്മൾ വന്നു. പ്രായം പറഞ്ഞവർ വളരെ ലേറ്റ് ആയി. പഠിക്കാനും നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. തീർച്ചയായിട്ടും പഠിക്കാനും പഠിപ്പിക്കാനും വയസ്സും മൈക്ക് വേണമെങ്കിൽ കൊടുക്കാം. മൈക്കൊന്നും വേണ്ട. ടീച്ചർ സാധാരണ മൈക്കില്ലാണ്ട് കുറെ പെട്ടുള്ള ഞാൻ ഇവരുടെ മലയാള മനോരമയിലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഇവർ വിളിച്ചു. ഫസ്റ്റിലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായില്ല. കാഞ്ഞങ്ങാടും കാസർഗോഡല്ല കാഞ്ഞങ്ങാടും പയ്യന്നൂരും ഇൻ്റർവ്യൂ നടത്തി. ആ ഇൻ്റർവ്യൂവിൽ രണ്ടിനും ഞാൻ വന്നില്ല. പക്ഷേ ഇവരെന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എന്നോട് പറഞ്ഞു, പിന്നെ പയ്യന്നൂരൊരു 13-ാം തീയതി ഒരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്തിച്ചേർന്നതാണ് ഞാൻ. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ്. കാര്യം ഞാൻ ടീച്ചറാണെങ്കിലും എനിക്ക് ഇതുവരെയായിട്ടും ആ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുള്ള ആ കഴിവ് എനിക്കിത് കിട്ടിയിട്ടില്ല. ഞാൻ പഠിപ്പിക്കുന്നു ഇംഗ്ലീഷ്, അത് ശരിയല്ലേ, എന്നാലും ടീച്ചർ പറഞ്ഞൊരു നല്ല സത്യമാണ്. അത് ആ കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് വളർന്ന് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു.
എൻ്റെ ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്കത് കരസ്ഥമാക്കണമെന്നൊരാഗ്രഹമുണ്ട്. വണ്ടർഫുൾ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റിൽ ഐ ഹാവ് സീൻ ആ ഫ്ലെക്സിബിലിറ്റി. എനിക്ക് തോന്നുന്നു അതാണ് ടീച്ചറോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ആൾക്കാർ. ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ടീച്ചർ വരും എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. റൈറ്റ്? വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാസർഗോഡിന് ഇവിടെ എത്തുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചെറുപത്തൂര് നാത്തൂൻ്റെ വീടുണ്ട്, അവിടെ വന്ന് താമസിച്ചു. Good. Didn't she? Inspiring plan. No, we will have similar sessions at Kasargod. We will have in Kanyangad. ഇതൊരു ഏകദേശം സെന്ററായിട്ട് പയ്യന്നൂർ തുടങ്ങാൻ. പിന്നെ കുറെ വളണ്ടിയേഴ്സിനെ കിട്ടി പെട്ടെന്ന് തന്നെ നമുക്ക്. ഇപ്പൊ ഞാനും ശ്രീധരേട്ടനും ഒക്കെ ഇവിടുന്നാണ്. നമുക്ക് കുറച്ച് വളണ്ടിയേഴ്സിനെ പയ്യന്നൂർ കിട്ടി. നമുക്കൊരു ഓഫീസുണ്ട് പയ്യന്നൂർ. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പയ്യന്നൂർ ഇപ്പോൾ സെലക്ട് ചെയ്തത്. നമ്മൾ കാഞ്ഞങ്ങാട് ഇപ്പോൾ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അടുത്ത വർക്ക്ഷോപ്പ് കാഞ്ഞങ്ങാടാവും. അങ്ങനെ ഒരു 3-4 വർക്ക്ഷോപ്പ് വരുമ്പോൾ വി വിൽ ഹാവ് എ ലാർജർ കമ്മ്യൂണിറ്റി ടു ഇന്ററാക്ട്. റൈറ്റ്? ഗുഡ്, ഗ്രേറ്റ്. ഈ പേടിനെ കുറിച്ച് ഓർമ്മിച്ചൊരു എക്സാമ്പിൾ സാർ, ഞാൻ ഈ കേരള പോലീസിന്റെ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് നിങ്ങളിൽ തണ്ടർ ബോൾട്ട് അവർക്ക് 177 ആൾക്ക് 3 ദിവസം ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ മലപ്പുറം പോയി. അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്ലസ് ലീഡർഷിപ്പാണ്. ഏറ്റവും വലിയ അത്ഭുതം സാർ, ഇവരെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അവരിങ്ങനെ വിറക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വെടിവെച്ച് പോലൂല്ലേ, അത് ചെയ്യും സാർ, ഇതാവൂല. സത്യം അത് 2 ഇംഗ്ലീഷ്. എൻ്റെ ഒരു റയർ എക്സ്പീരിയൻസ് ആയിരുന്നു. Anybody else? That's a great initiation. You will not get this audience back like this. Yes. And get the space. Yeah, get the space. അതുകൊണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അപ്പച്ചാടി വരാം. സ്റ്റേജ് ഫിയർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ ഇന്ന് ഞാൻ മാറ്റിത്തരാം. I am Surendra. In 2004, I just worked in Andhra Pradesh for 4 years. Good. Before that, I could not speak at least one English word directly. I have completed MA. Then set is over, BEd is over. But after staying there in Andhra Pradesh, their residential school in Gudu. సో తెలుగు వస్తుందా మీకు? తెలుగు రాదు. It is not possible there in the school. It is not allowed. You should speak only English. Okay. And after the 4 years, somehow I could speak English. One by one, I could speak English. That's the first experience. And after seeing the residential school in Gudu, I just want to tell you, and if it's possible, it should be a pure residential school. That's only the request. It may encourage the students. That's the only thing we mentioned. Okay, right. But anyway, we don't encourage having child care centers residential. I feel up to 5th class there should not be a residential school. ഉറക്കെ. എൻ്റെ പേര് സാബിത, ഞാൻ നീലേശ്വരത്തിൽ നിന്ന് വരുന്നു. ഞാൻ ഇതുപോലെ പരസ്യം കണ്ടാണ് വരുന്നത്. മാതൃഭൂമിയിൽ ഒരു ദിവസം പരസ്യം കണ്ടു, സാറിനെ കോൺടാക്ട് ചെയ്തു. സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവിടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു ഇൻസ്പിറേഷൻ സാറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ കാഞ്ഞങ്ങാട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വരാൻ പറ്റില്ല, സുഖമില്ലാത്തതുകൊണ്ട്. Sunil, our interview is also different style. We will have 4 candidates in front of us and 1 interviewer, but candidates will be 4. It's the other way, right? സാറിനോട് സംസാരിക്കാൻ ഇൻ്റർവ്യൂവിൽ എനിക്ക് സാറിനോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമാണ്. എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ തന്നെ വന്നത്. സാറിനെ കാണാൻ, വീണ്ടും സംസാരിക്കാൻ എന്നുള്ള. Okay then. So ഇന്ന അവസരങ്ങളിലൊക്കെ ഞായറാഴ്ചകളിലാണെങ്കിലും വർക്കിംഗ് ഡേയ്സിൽ പരിമിതമായ തോതിലാണെങ്കിലും ഇതുപോലുള്ള സംരംഭങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നുണ്ട്. ഇതൊരു നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ബാങ്കിൽ ജോലി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു അനുഭവം. എല്ലാ സ്ഥലങ്ങളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കരിയർ ഗൈഡൻസും എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിങ്ങും ഇതുപോലുള്ള കാര്യങ്ങൾ ഫ്രീ ആകുമ്പോഴും
സൗജന്യമായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു അധ്യാപകനായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനമായിട്ട് ശശിസാറിനെയോ രമേശിനെ പോലെ അതിലൊരു കാഴ്ചപ്പാടുള്ള ആൾക്കാരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നതുകൊണ്ടാണ് ഞാൻ ഇവരോടൊപ്പം ചേർന്നിരിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഞാൻ എൻ്റെ വീട് പയ്യന്നൂരാണ്, എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ രീതിയിലുള്ള സഹകരണവും പ്രവർത്തനം അറിയിക്കുന്നത്. താങ്ക്സ് ഫോർ കമ്മിങ്. വിഷുവാണ്, തിരക്കാണ്, അവധിയാണ്. എല്ലാ പരിമിതികളും വെച്ചുകൊണ്ട് തന്നെ വന്നെത്തിയ മുഴുവൻ ആൾക്കാർക്കും ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. Happy Vishu to all of you.